السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. فإذا حييتم بتحية فحيوا بأحسن منها أو ردوها إن الله كان على كل شيء حسيبا. قال النبي صلى الله عليه وسلم إن بين يدي الساعة تسليم الخاص. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, ലോകാവസാനത്തിന് മുന്നോടിയായി സംഭവിക്കാനിരിക്കുന്ന അലാമാത്തുകൾ അഥവാ അടയാളങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം വചനങ്ങളിലൂടെ മുസ്ലിം ലോകത്തെ താക്കീത് നൽകിയിട്ടുണ്ട്. ഇന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് കേൾക്കുവാനും വിലയിരുത്തുവാനും പഠിക്കുവാനുമൊക്കെ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്ന ബൈന യദയ്യ സഅതി തസ്ലീം അൽ ഖാസ വഫുശൂ തിജാറ حتى تعين المرأة زوجها على التجارة قطع الأرحام وشهادة الزور وكتمان شهادة الحق وظهور الكلام. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്ന ബൈന യദൈ സാഅത്തി, തീർച്ചയായും എനിക്കും ലോകാവസാനത്തിനും ഇടയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളാണ് തസ്ലീം അൽ ഖാസ. തസ്ലീം അൽ ഖാസ എന്ന് പറഞ്ഞാൽ പ്രത്യേകം ആളുകളെ നോക്കി അവർക്ക് മാത്രം സലാം നൽകുന്ന ചില ആളുകൾ വരും. ഇന്ന് സ്വാഭാവികമായിട്ടും പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സലാം ചൊല്ലുക എന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും സുന്ദരമായ പുണ്യകർമ്മമായ അഭിവാദ്യം, അത് ഇപ്പോൾ നിർവഹിക്കുന്നത് വളരെ തുച്ഛമായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ പുറത്തിറങ്ങിയാൽ തന്നെ നാം കാണുന്ന പരസ്പരം മുസ്ലിം സമൂഹത്തിലെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, അവർ പരസ്പരം വ്യാപകമായി സലാം ചൊല്ലുന്ന ഒരു ഏർപ്പാട് ഇന്ന് കാണാനേ സാധ്യമല്ല. രണ്ടാമത്തെ കാര്യം, തൻ്റെ വിഭാഗമാണോ, താൻ ഉൾക്കൊള്ളുന്ന താൻ ഇഷ്ടപ്പെടുന്ന ആളാണോ, ഞാനുമായി ചെറിയ നീരസമുണ്ടോ ഇല്ല, ഇതൊക്കെ നോക്കിയിട്ടാണ് പലപ്പോഴും സലാം ചൊല്ലുന്നതും സലാം മടക്കുന്നതൊക്കെ. വീടുകളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പോലും വീട്ടിലേക്ക് ബിസ്മി ചൊല്ലി കയറി വീട്ടിൽ മുന്നിൽ കാണുന്ന വല്യമ്മാനോടോ വല്യപ്പാനോടോ അല്ലെങ്കിൽ ഉമ്മാനോടോ അല്ലെങ്കിൽ നമ്മളെ കുട്ടികളായ മക്കളോടോ അല്ലെങ്കിൽ അവിടെ ആരാണോ ഉള്ളത് അവരോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറുന്ന സിസ്റ്റർമാർക്കുള്ളത്. അതും വളരെ അപൂർവങ്ങളിൽ ചില അപൂർവമായ കാഴ്ചയായി നമ്മൾ കാണുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോകാവസാനം അടുക്കുംതോറും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പുണ്യകർമ്മമാക്കി തന്ന വലിയ മഹത്വമേറിയ പല കാര്യങ്ങളും സമൂഹത്തിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ ഹദീസിൻ്റെ ആമുഖത്തിൽ തന്നെ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. അഥവാ തസ്ലീം അൽ ഖാസ്, പ്രത്യേകം ചില ആളുകളെ നോക്കിക്കൊണ്ട് സലാം പറയുന്ന ആളുകൾ വരും. അതുപോലെ തന്നെ ഫുശൂ തിജാർ, കച്ചവടങ്ങൾ വ്യാപകമാകും, വ്യത്യസ്തമായ കച്ചവടങ്ങൾ വ്യാപകമാകും. മാത്രമല്ല ഹത്താ തുഈനൽ മർഅത്തു സൗജഹാ അല തിജാർ, കച്ചവടത്തിൽ മക്കളും ഭാര്യമാരും സ്ത്രീകളും എന്ത് ചെയ്യും, കച്ചവടത്തെ സഹായിക്കുന്ന ഒരു കാലഘട്ടം വരും. ഇന്ന് പലപ്പോഴും കച്ചവടങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. റസൂലുള്ളാഹി പറയുന്നത് ഹത്താ തുഈനൽ മർഅത്തു സൗജഹാ അല തിജാരി, അതായത് ഭാര്യമാർ
കച്ചവട രംഗത്ത് ഭർത്താക്കന്മാരെ സഹായിക്കുന്ന കാലഘട്ടം വരും. അതുപോലെ തന്നെ സ്ത്രീകൾ കച്ചവട രംഗത്ത് വ്യാപകമായി ഇറങ്ങുന്നൊരു കാലഘട്ടമാണ്. ഇന്ന് എല്ലാ രംഗത്തും സ്ത്രീകളാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ ഖത്അൽ അർഹാം, കുടുംബബന്ധം ധാരാളമായി മുറിക്കുന്നൊരു കാലഘട്ടമായിരിക്കും എന്ന്. കുടുംബബന്ധം മുറിക്കും, കുടുംബബന്ധങ്ങൾ മുറിഞ്ഞുകൊണ്ടേയിരിക്കുകയുള്ളൂ ഇന്ന്. അപ്പോൾ അതേപോലെ വശഹാദത്തി സൂരി വ ഖിത്മാനുൽ ഹഖി, സത്യത്തിന് വേണ്ടി വാദിക്കുന്ന, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന, ആ നീതിക്ക് വേണ്ടി സാക്ഷ്യം പറയുന്ന ആളുകൾ ഇല്ലാതെയാകും. വ്യാജങ്ങൾക്ക് വേണ്ടി, അതേപോലെ തന്നെ കളവുകൾക്ക് വേണ്ടി എല്ലാം സാക്ഷ്യം പറയാൻ ആളുകൾ വർദ്ധിക്കുകയും ചെയ്യും. വദുഹൂരിൽ കലം, അതുപോലെ തന്നെ പേന പ്രകടമാകും. പേന പ്രകടമാകുന്ന, കലം എന്ന് പറഞ്ഞാൽ എന്താണ്? പേനയാണ്. പേന പ്രകടമാകുകയും ചെയ്യും. ഈ ഹദീസ് എല്ലാം ഒരല്പം വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒന്നാമതായി നാം പറഞ്ഞ ആ വിഷയം ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കും ലോകാവസാനത്തിനും ഇടയിലുള്ള അടയാളങ്ങളിൽപ്പെട്ടതാണ് ഒന്ന് തസ്ലീം അൽ ഖാസ്. തസ്ലീം അൽ ഖാസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യേകം ആളുകളെ നോക്കിക്കൊണ്ട് സലാം പറയുന്ന ആളുകൾ വരും. വ്യാപകമായി സലാം പറയൽ എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. 4-ാം അധ്യായം സൂറത്ത് നിസാഇൻ്റെ 86-ാമത്തെ ആയത്ത്, ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്താണ്. എന്താ അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചത് മുസ്ലിമീങ്ങൾക്കിടയിൽ തമ്മിൽ കണ്ടുമുട്ടിയാൽ സലാം പറയണമെന്നുള്ളതാണ്. വല്ലദീ നഫ്സു മുഹമ്മദും ബിയദിഹി, മുഹമ്മദിൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലാ യദ്ഖുലുൽ ജന്നത ഹത്താ യുഅ്മിനു, റസൂലുള്ളാഹി പറയുന്നത് ലാ യദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല ഏതുവരെ? ഹത്തായും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പകയില്ലാതെ, മനസ്സിൽ യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? വിശ്വാസികളായ നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങളാരും സ്വർഗത്തിൽ തന്നെ പോവുകയില്ല. അവരാ അതുല്ലുക്കും അലാ ഷൈഇൻ, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം അറിയിച്ചു തരട്ടെയോ? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇദാ ഫഅൽതുമൂഹു തഹാവ്വദുക്കും അഫ്ശുസ്സലാമു ബൈനക്കും, നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം, അത് നിങ്ങൾ നടപ്പിൽ വരുത്തി കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹം വർദ്ധിക്കും, അകൽച്ച വർദ്ധിക്കും, ബന്ധങ്ങൾ ഊഷ്മളമാകും. അതേതാണ്? അത് അഫ്ശുസ്സലാമു ബൈനക്കും, പരസ്പരം കണ്ടുമുട്ടിയാൽ സലാമിനെ നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്നാണ്. സത്യത്തിൽ ഈ സലാം എന്ന് പറയുന്ന അഭിസംബോധനം അത് ഏതൊരു മനുഷ്യനോടും പറയാൻ പറ്റുന്ന ഒരു അഭിസംബോധനമാണ്. അതായത് പ്രഭാത സമയത്ത് കണ്ടുമുട്ടുന്ന ഒരാളോടും, ഉച്ച സമയത്ത് കണ്ടുമുട്ടുന്ന ഒരാളോടും, അതേപോലെ വൈകുന്നേരം കണ്ടുമുട്ടുന്നവരോടും, രാത്രി കണ്ടുമുട്ടുന്നവരോടൊക്കെ പറയാൻ പറ്റുന്നൊരു വാക്കെന്താ? അസ്സലാമു അലൈക്കും, താങ്കൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്നാണ്. അപ്പോൾ സത്യത്തിൽ ഒരു മനുഷ്യൻ പേടിച്ച് ബേജാറായി ടെൻഷനായി ഡിപ്രഷനായി അല്ലെങ്കിൽ ദേഷ്യം പിടിച്ച് ആകെപ്പാടെ മെൻ്റൽ ഡിസോർഡറായി നിൽക്കുന്ന അടുത്തിൻ്റെ ചെന്നിട്ട് ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? ഓനെന്ത് ഗുഡ് മോർണിംഗ്? ഓന് നല്ല പ്രഭാതമാണോ? ഓന് ഉച്ചയ്ക്ക് ശേഷം ഓന് വിശന്ന് പൊരിഞ്ഞ് നിൽക്കുന്ന ഒരുത്തനോട് ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഗുഡ് നൈറ്റ് എന്ന് പറയാൻ പറ്റുമോ? ബേജാറായി നിൽക്കുന്നതിന് ഉറക്കന്നെ കിട്ടിയിട്ടില്ല, ഓന് ഉറങ്ങാൻ തന്നെ കഴിയില്ല. കാരണം അത്രയും തലമ കടാണ്, വണ്ടിയിൽ മുഴുവൻ പ്രശ്നങ്ങളാണ്. ഓൻ്റെ അടുത്ത് എന്നിട്ട് രാത്രി ഗുഡ് നൈറ്റ് പറ്റുമോ? മൂന്നിറക്കി കിട്ടില്ല, പോടാവുന്ന എന്ത് ഗുഡ് നൈറ്റ്? എന്നാൽ ഏതൊരു മനുഷ്യനോടും പറയാൻ പറ്റും. ഇസ്ലാമിൻ്റെ പാശ്ചാത്യനുണ്ടാക്കിയ മനുഷ്യനിർമ്മിതമായ എല്ലാ തരത്തിലുള്ള അഭിസംബോധനകളുടെ കാര്യങ്ങൾ അങ്ങനെയാണ്. എന്നാൽ വഹീനാൽ സംസാരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന, അല്ലാഹു തആല പഠിപ്പിച്ചെന്ന ഈ അഭിസംബോധന എന്താണ്? ഏത് മനുഷ്യനോടും എപ്പോഴും പറയാം. സന്തോഷമുള്ളൊരു മനുഷ്യനോടും, ദുഃഖിതനായി നിൽക്കുന്ന മനുഷ്യനോടും, പ്രശ്നസങ്കീർണമായ അവസ്ഥയുള്ളവരോടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് തലോടി തടവി പുറത്തൊന്ന് കുഞ്ഞിട്ട് എന്താ അസ്സലാമു അലൈക്കും, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനം ഉണ്ടാകട്ടെ. തിരിച്ച് അവനും പറയുന്നു വാ അലൈക്കും അസ്സലാം, താങ്കൾക്കും അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനം ഉണ്ടാകട്ടെ എന്നാണ്. ഇത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പ്രതിഫലം കൂടുതൽ നേടാൻ വേണ്ടി എന്ത് ചെയ്യണം? സലാമിനെ നിങ്ങൾ വർദ്ധിപ്പിക്കുകയും വേണം, തന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കുകയും വേണം. അതാണ് ഖുർആൻ പറഞ്ഞത് ഫയ്യൂബി അഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ. നിങ്ങളോടൊരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയേണ്ടത്? വ അലൈക്കും എന്ന് പറഞ്ഞാൽ പോരാ, വ അലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാൽ പോരാ, വ അലൈക്കും അസ്സലാം വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു എന്ന് പറയണം. അപ്പോൾ സലാം ചൊല്ലുന്നവനും വേണമെങ്കിൽ വർദ്ധിപ്പിക്കാൻ പറ്റും. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു. സലാം ചൊല്ലുന്നവർക്കും എന്ത് ചെയ്യുക?
അത് വർദ്ധിപ്പിക്കുക. വ അലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് തിരിച്ചിങ്ങോട്ടും പറഞ്ഞാൽ എന്തായി? പറഞ്ഞവനും കൊടുത്തവനും വാങ്ങിയവനും ഒക്കെ എന്തായി? ഒരുപോലെ പ്രതിഫലം വർദ്ധിക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പരസ്പരം പകയില്ലാതാകും. മൂന്നാമത്തെ കാര്യം, അവിടെ മലക്കുകൾ ആ വിശ്വാസികൾക്ക് വേണ്ടി എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. നാലാമത്തെ കാര്യം, മുസാഹഫാത്ത് ചെയ്ത് കഴിഞ്ഞാൽ, പരസ്പരം കൈ അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്ത് കഴിഞ്ഞാൽ അവിടെ എന്തായി? അവിടെ ആ കൈകൾ എപ്പോഴാണോ വേർപ്പെടുത്തുന്നത് അതുവരെ അവരെ രണ്ടുപേരുടെയും പാപങ്ങൾ പുറത്തു കൊണ്ടേയിരിക്കും. ഒന്നാലോചിച്ചോ. അഞ്ചാമത്തെ കാര്യം, ആദ്യം ആരാണോ സലാം പറയുന്നത് അവനാണ് ഈ സലാം മറുപടി പറഞ്ഞവനേക്കാൾ ഒരു പോയിൻ്റ് കൂടുതൽ കൂലി കിട്ടുക. അതാണ് ഞാൻ അടുത്ത വാചകത്ത് പറയാൻ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ സലാമിൻ്റെ പ്രാധാന്യം റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞതിന് ശേഷം പിന്നീട് പറയുകയാണെന്ത്, ഇപ്പം ഇവിടെ നമ്മളെന്ത് ചെയ്യണം? ആ രൂപത്തിലാണ് സലാമിനെ വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രതിഫലം നമ്മൾ തിരിച്ചറിയുക. പരസ്പരം കൈ കൊടുക്കണം സലാം ചൊല്ലുമ്പോൾ, സാധിക്കുമെങ്കിൽ അതാണ്. ഫോണിലൂടെയാണ് ഇന്ന് സോഷ്യൽ മീഡിയ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച കാലത്ത് നമുക്ക് ഫോണിലൂടെയാണെങ്കിൽ ശബ്ദം മാത്രം കേൾക്കുന്ന ഫോൺ കോളുകൾ, നേർക്ക് നേരെ വീഡിയോ കോൾ വഴി ചെല്ലുന്ന ഫോൺ കോളുകൾ ഒക്കെ ഉണ്ടല്ലോ, മെസ്സേജുകളായിട്ട് കൈമാറുന്ന ഫോൺ കോളുകൾ ഒക്കെ ഉണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പരസ്പരം സത്യത്തിൽ ഈ ഇസ്ലാമിൻ്റെ സുന്ദരമായ ഒരുപാട് അദ്കാറുകളെ, തഹ്മീദുകളെ, തസ്ലീമുകളെ ഒക്കെ വെറും ചിഹ്നങ്ങളിൽ ഒതുക്കിയിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഒക്കെ സ്റ്റിക്കറുകളാണ്. സ്റ്റിക്കറുകൾ മാത്രം അയച്ചു കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഒരാളെ ഒരു ഹായ് വിടുന്ന് പറയും. ഏത് മൂപ്പര് എൻ്റെ നമ്പർ ഇതാണ്, എൻ്റെ വാട്സപ്പ് തന്നെയാണ് നമ്പർ, നമ്മളൊരു ഹായ് വിട്ടാളിന്ന് അറിയും. അപ്പോൾ പലരും ഒരു കയ്യിൻ്റെ ചിഹ്നം വിടും, അല്ലെങ്കിൽ ഒരു HI എന്നിട്ട് ഹായ് നടും. ആ ചിലവർ കുറച്ച് ബോധമുള്ളവരാണെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഒരു അറബി പ്രിൻ്റ് ഉണ്ടല്ലോ അതിൻ്റെ സ്റ്റിക്കർ അതാണ് വിട്ടുകൊടുക്കും. അപ്പോൾ ഇതിങ്ങനെ നോക്കി, ആ നേരത്തെ ആ വർത്തമാനം പറഞ്ഞ് പോയ ഓനാണ് വിട്ടുകണത്. അപ്പോൾ നമ്മൾ തിരിച്ച് അതേപോലെ തന്നെ ഓൻ്റെ ഫ്ലവേഴ്സിലുണ്ടാവും എന്ത്? അടുത്ത ചിഹ്നം. ആ ചിഹ്നം വ അലൈക്കുമുസ്സലാം ഒരു പൂവൊക്കെ വെച്ച് കണ്ട് അത് ഓൻ അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കും. സത്യത്തിൽ ഇവിടെ പരസ്പരം ഇസ്ലാം പറഞ്ഞ ഈ അഭിസംബോധന രീതി നടന്നോ? ഇല്ല. ഇത് ആശയം വിരൽത്തുമ്പുകൾ കൊണ്ട് മാത്രമേ നടന്നിട്ടുള്ളൂ. മനസ്സുകൊണ്ട് പോലും പറഞ്ഞിട്ടുണ്ടാവോ? ഇല്ല, പറഞ്ഞിട്ടുണ്ടാവില്ല. മനസ്സുകൊണ്ട് പോലും അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടാണോ അമർത്തുന്നത്? അല്ല, ആ ചിഹ്നമാണ് അമർത്തുകയാണ്. വിരൽത്തുമ്പ് വെറുതെ പണിയെടുക്കുകയാണ്. ഒരു യന്ത്ര സാമഗ്രി പോലെ സോഷ്യൽ മീഡിയയിലെ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. പക്ഷെ പരസ്പരം എന്തില്ല? ഈ അഭിസംബോധന നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് സലാം ചെല്ലൽ സത്യത്തിൽ സ്റ്റിക്കറുകളിലൂടെ ഒതുങ്ങി, ചിഹ്നങ്ങളിലൂടെ ഒതുങ്ങി. മൂല്യച്യുതി എല്ലായിടത്തും നടന്നതുപോലെ ഈ സംസ്കാരത്തിലും സംഭവിച്ചു പോയി. സലാം പരസ്പരം ചെല്ലുക എന്നുള്ളത്. അതായത് ഞാൻ പണ്ട് പെരുന്നാൾ ഖുത്ബയിൽ പറയുന്നൊരു പോയിൻ്റ് ഉണ്ട്. അതായത് ഓം നമ ശിവായ എന്നൊരു സ്റ്റിക്കർ കണ്ടാൽ, ഒരു വീടിൻ്റെ മുമ്പിൽ ഓം നമ ശിവായ എന്ന സ്റ്റിക്കർ കണ്ടാൽ നമ്മൾ പറയുന്നത് അതൊരു ഹിന്ദുവിൻ്റെ വീടാണ്. മത്തായി എന്നിൽ ഭരമേൽപ്പിച്ചവൻ വിജയം പ്രാപിച്ചിരിക്കുന്നു, മത്തായി. അപ്പോൾ നമ്മൾ പറയുന്നത് അത് അച്ചായൻ്റെ പേരാണ്. തവക്കൽത്തു അലല്ലാഹ് എന്ന സ്റ്റിക്കർ കണ്ടാൽ നമ്മൾ പറയുന്നത് അത് നമ്മളെ മുസ്ലിമിൻ്റെ വീടാണ്. അപ്പോൾ സ്റ്റിക്കറിൽ മാത്രമേ ഉള്ളൂ, ജീവിതത്തിൽ അതൊന്നുമില്ല. ജീവിതത്തിൽ അതൊന്നുമില്ല. ഇനി വീടിനുള്ളിൽ അങ്ങനെ തന്നെയാണ്. ചില വീടുകൾ എഴുതി വെച്ചിട്ടുണ്ടാവും മസ്കൻ. എന്താ മസ്കൻ എന്ന് പറഞ്ഞാൽ? ശാന്തിഗ്രഹം എന്നാണ്, സമാധാനത്തിൻ്റെ ഭവനം എന്നാണ്. അതേപോലെ തന്നെ ചില വീടുകളിലൊക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ടാവും സാന്ത്വനം. സാന്ത്വനം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ എപ്പോഴും സമാധാനം. അതിൻ്റെ ഉള്ളിൽ എന്നും ഭാര്യ ഭർത്താക്കന്മാർ അടിയേക്കാരം, ബാപ്പി മക്കളും പ്രശ്നക്കാരം. പിന്നെ ആ ബോർഡോണ്ട് എന്താ കാര്യം? അപ്പോൾ ഇതുപോലെ ചിഹ്നങ്ങളിൽ മാത്രം ഒതുങ്ങുന്നൊരവസ്ഥ ഉണ്ടായി. അതുകൊണ്ട് നമ്മൾ ഈ സലാം ചൊല്ലാൻ വേണ്ടിയിട്ട് സ്റ്റിക്കർ മാത്രം വിട്ടാൽ പോരാ എന്നുള്ളതാണ് ഞാൻ എന്നോട് പറയുന്നത്. ഓരോരുത്തരും എന്ത് ചെയ്യുക, ആ കാര്യത്തിലും തിരുത്തുക. നമുക്കൊക്കെ അങ്ങനെ ആയിട്ടുണ്ട്. തിരക്ക് പിടിച്ച ജീവിതം ആയതുകൊണ്ട് നമ്മളൊക്കെ സലാം ചെല്ലൽ കുറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റിക്കർ മാത്രം അയച്ചു കൊടുക്കുകയാണ്. ആ സ്റ്റിക്കറിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഒരു വോയിസ് ആയിട്ട് അസ്സലാമു അലൈക്കും എന്ന് നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് എന്ത് ചെയ്യുക, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ സ്റ്റിക്കറെങ്കിലും വിട്ടു കൊടുക്കുക. എന്നാൽ പിന്നെ എന്തായി? നമ്മളെ മനസ്സുകൊണ്ടെങ്കിലും ആ സഹോദരൻ നമ്മൾ സലാം കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ സത്യത്തിൽ ഇവിടെ വേറൊരു പോയിൻ്റ് ഉള്ളിൽ പറയേണ്ടതുണ്ട്. ഈ സലാം പറഞ്ഞയക്കുന്ന സിസ്റ്റം ഉണ്ടല്ലോ, സലാം പറഞ്ഞയക്കുക. അങ്ങനെ അറിയില്ല എന്താ സലാം പറഞ്ഞയക്കുക പറഞ്ഞാൽ? പരസ്പരം നമ്മൾ കണ്ടുകൂട്ടി പരിചയപ്പെട്ട് എന്താ വാപ്പാനൊക്കെ പാട്, ഉമ്മാനെ പാട്, എന്താ അഞ്ചനൊക്കെ സുഖമല്ല, റാഹത്തല്ലേ, ഇൻഷാ അല്ലാ, എന്നാൽ ഞാൻ എല്ലാവരോടും അസ്സലാമു അലൈക്കും പറഞ്ഞിരിക്കണമെന്ന് പറയട്ടോ. ഉണ്ടോ? ഇതാണ് സലാം പറഞ്ഞയക്കൽ. ഈ സലാം ഇങ്ങനെ പറഞ്ഞയക്കണം. അതാണ് ഇസ്ലാം, അതിൻ്റെ സുന്നത്ത്. അതാണ് പറഞ്ഞയക്കണം. അങ്ങനെ പറഞ്ഞയക്കണ്ടേ? അതായത് ഇപ്പാനോടും ഉമ്മാനോടും എല്ലാവരോടും ഇൻ്റെ
അസ്സലാമു അലൈക്കും പറയിട്ടോന്ന്. അത് ഇനി ഫോണിൽ കൂടെ ആയാലും നേരിട്ടാലും അങ്ങനെ പറയണ്ടേ. എന്നാൽ നമ്മളെ നാട്ടിലെ സലാം പറഞ്ഞേക്കൽ എങ്ങനെ? പിന്നെ പാപ്പാനോട് സലാം പറയിട്ടോ, ഉമ്മാനോട് എൻ്റെ സലാം പറയിട്ടോ, അഞ്ചനോട് എൻ്റെ സലാം പറയിട്ടോ. ഇവിടെ സലാം പറഞ്ഞേച്ചോ? ഇൻ്റെ സലാം പറയിട്ടോ എന്ന് പറഞ്ഞാൽ സലാമാവോ? വ അലൈഹിസ്സലാം ഉണ്ടോ? നിനക്കും അത് തന്നയച്ച ആൾക്കും അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനം ഉണ്ടാകട്ടെ. ഇതൊക്കെ നമ്മൾ സുന്നത്ത് എത്ര നമുക്ക് ബാത്തിലാണിത്. അപ്പോൾ ഇവിടെ സലാം കൊടുത്തയക്കുന്ന ആളും സലാം കൊടുക്കണില്ല, ഇത് പറഞ്ഞ ആളും കൊടുക്കണില്ല. ഇനി കൊടുത്തയച്ച ആൾ സലാം കൊടുത്തയച്ചു, പറഞ്ഞോൻ അവിടെ ചെന്നിട്ട് പറയണെന്താ, നിങ്ങളോട് കുഞ്ഞാമുട്ടിയാക്ക സലാം പറഞ്ഞിട്ടാ. അപ്പോൾ അപ്പ എന്നായിക്കോട്ടെ ഞാൻ സലാം മടക്കിയിട്ടാ കഴിഞ്ഞ്. ഇവിടെ ആരാ പരസ്പരം സലാം ചെല്ലിയത്, സലാം മടക്കിയത്, സലാം കൊടുത്തയച്ചത് ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അത് ആ വൃത്തിയായ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ ഒറ്റയടിക്ക് പറയാം എന്താണ്, ഇൻ്റെ അസ്സലാമു അലൈക്കും ജിന്നാളോട് പറയണം. അയാളത് ചെന്നിട്ട് പറയുകയാണ് നിങ്ങളോട് ഇന്ന ആൾ അസ്സലാമു അലൈക്കും പറഞ്ഞിങ്ങനെ കേട്ടോ. അപ്പോൾ എന്തായി, സലാം ഇവിടുന്ന് കേട്ടു, അവിടെ കൊടുത്തു. വ അലൈക്ക വ അലൈഹിസ്സലാം മറ്റേ ആളും പറഞ്ഞു, അവിടെ എല്ലാം ക്ലിയറായി. നേരെ മറിച്ച് ഇവിടെ ഞാൻ ജിൻ്റെ സലാം പറയണം കേട്ടോ എന്ന് പറഞ്ഞാൽ സലാം ആയിട്ടില്ല. വാപ്പ നിങ്ങളോട് അതിരമ്മക്കുട്ടിയൊക്കെ സലാം പറഞ്ഞിങ്ങനെ കേട്ടോ, അവിടെ ഈ സലാം കൊടുത്തയച്ചത് ക്ലിയർ ആയിട്ടില്ല. എന്നാൽ ഞാൻ ഒരു സലാം മടക്കിങ്ങനെ കേട്ടോ, ഇത് മൂന്നും നടന്നിട്ടില്ല. അപ്പോൾ ഈ അബദ്ധം പോയത്ത് നമ്മൾ നിർത്തുക. ഇത് ഫോണിലൂടെ ആയാലും നേർക്ക് നേരെ ആയാലും ഏത് അവസ്ഥയിലായാലും ഇസ്ലാം അവിടെയൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് ഇസ്ലാമിൻ്റെ ഓരോ ഷിയാറുകളെന്താവും നിലപാട് നിലനിർത്താൻ കഴിയും. അത് അമേരിക്കയിലായാലും കേരളത്തിലായാലും ആഫ്രിക്കയിലായാലും കടലിനുള്ളിലായാലും ആകാശത്തായാലും ഒക്കെ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ ഒരു പ്രയാസമില്ല. നമ്മൾ വെറുതെ പറയാണ്. ചിലവർ പറയുന്നത് ഇവിടെ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇപ്പോൾ അതൊക്കെ ഇവിടെ എല്ലാം നടക്കും, നിങ്ങളൊന്ന് അവിടെ ഒന്ന് നോക്കേണ്ടി, കാശ്മീരിലൊന്ന് നോക്കി, മറ്റോടത്തൊന്ന് നോക്കേണ്ടി, അമേരിക്ക ഇതൊന്നും നടക്കൂല, വെറുതെ പറയാണ്. എല്ലായിടത്തും കൃത്യമായ ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു മഹത്തായ മതസംഹിതയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, എന്താണ് സലാമിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി കേട്ടോളൂ. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ കിബാറുൽ ഉലമയാണ്, പ്രഗത്ഭമായ ഒരു പണ്ഡിതനാണ്. അത് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ ഒരു പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ കുത്തുബാത്തിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം ദീന് നടത്തുന്ന കുറേ ശിഷ്യന്മാരുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, അദ്ദേഹം ഈ ക്ലാസ് കഴിഞ്ഞ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മുതാലിമീങ്ങളുമായി ശിഷ്യന്മാരുമായിട്ട് പള്ളിയിൽ പോവാണ്. അങ്ങനെ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു താബിയായ വ്യക്തി, താബി പറഞ്ഞാരാ, റസൂലുള്ളാഹിയെ കണ്ടിട്ടില്ല, എന്നാൽ സ്വഹാബികളെ കണ്ട് ദീൻ പഠിച്ചവരാണ്. അപ്പോൾ ഈ അബ്ദുല്ലാഹി മസ്ഊദ് എന്ന ഒരു സ്വഹാബിയെ കണ്ട സന്തോഷത്തിൽ ആ താബിയായ വ്യക്തി എന്ത് ചെയ്യാണ്, ഓടി വന്നിട്ട് ഇദ്ദേഹത്തെ കൈ കൊടുത്തിട്ട് ഫമറ റജുലുൻ യുസ്റ, ധൃതിയിൽ ഓടി വന്നിട്ട് എന്ത് പറഞ്ഞു, അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹുവിനെ നോക്കിയിട്ട് യാ അബ അബ്ദുറഹ്മാൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അബ്ദുറഹ്മാൻ മസ്ഊദെ, താങ്കൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അയാൾ നേരെ പള്ളിയിലേക്കാണ് പോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ അബ്ദുല്ലാഹി മസ്ഊദ് അള്ളാഹിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ശിഷ്യന്മാരൊക്കെ ഉണ്ട്. 5-6 ശിഷ്യന്മാരല്ലെങ്കിൽ 10-ൽ കൂടുതൽ ശിഷ്യന്മാരുണ്ട്. ആ ശിഷ്യന്മാരെ അടുത്തേക്ക് നോക്കിയേ അവരോട് സലാം ചെല്ലുക ചെയ്യാതെ ഈ താബിയായ വ്യക്തി എന്താ ചെയ്തത്, ഈ സ്വഹാബിയോട് മാത്രം സലാം ചൊല്ലി തിരിച്ചങ്ങോട്ട് പോയി. ആ സമയത്ത് ശിഷ്യന്മാരുടെ മുമ്പിൽ, അയാളെ കേൾക്കുകയല്ല, ശിഷ്യന്മാരുടെ മുമ്പിൽ സദഖല്ലാഹു റസൂലഹു, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എത്ര സത്യം എന്ന് അദ്ദേഹം അവിടെ പറഞ്ഞിട്ടു. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ദർസിലെത്തിയ സമയത്ത് ശിഷ്യന്മാർ ചോദിച്ചു, എന്താണ് അബ്ദുറഹ്മാൻ താങ്കൾ ആ വ്യക്തി സലാം ചൊല്ലി മടക്കിയപ്പം പിന്നെ സദഖല്ലാഹു റസൂലു എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചു. റസൂല സത്യം പറഞ്ഞ സത്യമായി എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് എന്ത്, ഇന്ന ബൈന യദൈ സാ, ലോകാവസാനം സംഭവിക്കുമ്പോൾ തസ്ലീം അൽ ഖാസ്, പ്രത്യേകം എന്ത് ചെയ്യും, ആളുകളെ നോക്കിയിട്ട് സലാം ചൊല്ലുന്ന ആളുകൾ വരും. അപ്പോൾ അവനവൻ്റെ പാർട്ടിയാണോ, അവന് പ്രത്യേക ഇഷ്ടമുള്ള ആളാണോ, പണ്ഡിതനാണോ, നേതാവാണോ, സലാം ചൊല്ലി നമ്മളൊന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ അടുത്ത കൊല്ലം എന്തെങ്കിലും ആനുകൂല്യം കിട്ടുമോ എങ്കിലൊക്കെ ഓരോട് മാത്രം സലാം, ബാക്കിയുള്ളവരോടൊന്നും സലാമില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മളെ വീട്ടിലേക്ക് കയറുമ്പോൾ സ്ഥിരമായിട്ട് വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടിലേക്ക് കയറി വലത്തെ കാല് വെക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞ് കയറിയിട്ട് അവിടെ ഫസ്റ്റ് കാണുന്ന വ്യക്തി ഭാര്യയാണെങ്കിലോ മക്കളാണെങ്കിലോ ആരാണെങ്കിലും ഓരോട് അസ്സലാമു അലൈക്കും എന്ന് പറയണ എത്ര ആളുകളുണ്ട്? സ്ഥിരമായിട്ട് സലാം ചെല്ലുന്ന എത്ര ആളുണ്ട്?
വീട്ടിൽ കയറുമ്പോൾ സലാം ചെല്ലലുണ്ടോ? അപ്പോൾ നമുക്ക് രക്ഷയും സമാധാനമൊക്കെ പള്ളിയിൽ നിന്ന് കിട്ടുന്നുണ്ട്, നമ്മളെ പെരക്കാർക്ക് ഇതൊന്നും വേണ്ടേ? നമ്മളെത്ര ആളുകളോട് അങ്ങാടികൾ സലാം ചെല്ലുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കൂടിയിട്ടുണ്ട്. നമ്മളെ പെരക്കാർക്ക് ഇതില്ല. പെരക്കാർ രാവിലെ സുബഹിക്ക് നീച്ചാൽ രാത്രി 11 വരെ അടുക്കളയിൽ പേറുകയാണ്. അവർക്ക് നമ്മൾ 5 ഒത്തുസ്കാരം കഴിഞ്ഞ് പരീക്ക് ചെല്ലുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചെല്ലുമ്പോഴും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഉമ്മാക്കും അഞ്ചനും ഭാര്യക്കും സുഹൃത്തുക്കളും കുട്ടികൾക്കൊക്കെ എത്ര സമാധാനം, എത്ര കൂലിയാണ് കിട്ടണത്. ഒരു തിരിച്ചിങ്ങോട്ടും പറയില്ലേ? അപ്പോൾ ആ വീട്ടിലവിടെ സമാധാനം നിലനിൽക്കൂലേ? അപ്പോൾ വീട്ടിൽ കയറുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യണം, ബിസ്മില്ലി കയറണം, അസ്സലാമു അലൈക്കും എന്ന് നമ്മൾ പറയണം. തിരിച്ച് അവരെ കൊണ്ട് ഇങ്ങോട്ട് പറയിപ്പിക്കും വേണം. അത് നമ്മളെ വീട്ടിൽ ശീലമാക്കി മാറ്റണം. അല്ലാഹു തആല നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇനി നമ്മൾ മനസ്സിലാക്കുക, ഇന്ന മിൻ അശ്റാത്തി സാഅ, തീർച്ചയായും അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. ഇതാണ് ഞാൻ ഈ പറഞ്ഞ സംഭവമാണ്. അതായത് പ്രത്യേകം ആളുകളെ നോക്കി മാത്രം സലാം ചെല്ലുന്ന ചില ആളുകൾ എൻ്റെ ഉമ്മത്തിൽ വരാനുണ്ട്. ഇന്ന് അങ്ങനെയുള്ള, അപ്പോൾ നമ്മൾ ദൂരത്ത് നിന്ന് ഒരാളെ കാണുകയാണ്, അപ്പോൾ നമ്മൾ നോക്കുകയാണോ, അപ്പോൾ പിന്നെ മടവൂരിയാണോ, ജിന്നാണോ, അല്ല ഇനി മറ്റേ കേന്നന്മാരനാണോ, അല്ല ഷുറൂത്തിയാണോ, അല്ല സമസ്തക്കാരനാണോ, തബ്ലീഗുകാരനാണോ, അതൊക്കെ നോക്കുകയാണ്. അപ്പോൾ നോക്കിയിട്ട് ആരാണെങ്കിൽ അപ്പോൾ എല്ലാം മാറിപ്പോവും. ചിലപ്പോൾ കയ്യാത്തിയാണ് പോകും, ചിലപ്പോൾ ഫോണൊക്കെ പോക്കറ്റ് നിർത്തിയാണ് അസ്സലാമു അലൈക്കും എവിടെ ഞാൻ നമ്മുടെ കാത്തുകളൊക്കെ പറയും. ആര് ഫോണും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഒരു ഫോണും ഉണ്ടാവില്ല, വെറുതെ. കാരണം ഓ മുന്നിൽ പെട്ടാവോ സലാം ചെല്ലും, തിരിച്ച് മടക്കേണ്ടി വരും. സൊഫ് നിൽക്കുന്നിടത്ത് പോലും അങ്ങനെ തന്നെയല്ലേ നമ്മൾ ആൾക്കാർ. സൊഫ് നിൽക്കുന്നിടത്ത് ഒതുർത്തിയാൽ പള്ളിക്ക് കയറുമ്പോൾ ഒന്നാമത്തെ സൊഫിൽ വലത്തേ ഭാഗത്തോ അല്ലെങ്കിൽ ഇടത്തേ ഭാഗത്തോ ഒരാൾക്ക് നിൽക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ ആ ഗ്യാപ്പ് ഓൻ കയറി നിൽക്കുമ്പോൾ നോക്കുകയാണ് ആരാണ് അതിൻ്റെ അടുത്ത്. മറ്റേ ആളാണ്, നമ്മൾ മറ്റേ ചങ്ങായിയാണ് മൂലാച്ചി, ചങ്ങനെ കാണുന്നത് നിങ്ങൾക്ക് ഇളിച്ചാണ്. അപ്പോൾ നമ്മൾ കാത്തിക്കുക, അല്ലെങ്കിൽ ബാക്കിൽ പോയിക്കും, ആ ഗ്യാപ്പ് അവിടെ ഇട്ടുകണ്ട്. മൻ കഥാ സൊഫൻ കഥാഹുല്ലാ, ആരാണോ സൊഫുകൾക്കിടയിൽ വിടവുണ്ടാക്കുന്നവൻ അവനുമായി അള്ളാഹു ബന്ധം മുറിക്കുന്ന. അള്ള മുറിക്കും ബന്ധം അവനായിട്ട്. മൻ വസല സൊഫൻ വസലഹുല്ലാ, ആരാണോ സൊഫുകൾക്കിടയിൽ പരസ്പരം അടുപ്പമുണ്ടാക്കുന്നത് അവരുമായി അള്ളാഹു അടുക്കുന്ന. അല്ല, നമ്മൾ പ്രാവർത്തിയാക്കുക. ഇങ്ങോട്ട് ആര് ചെയ്തിട്ടില്ലെങ്കിലും നമ്മളെ സുന്നത്തെടുക്കുക. നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് വെറുപ്പുള്ള ആളാണോ മറ്റോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. മറ്റേ പാർട്ടിക്കാരാണോ നമ്മൾ നോക്കണം. നമ്മളവിടെ എന്ത് ചെയ്യുക, നിൽക്കുക, നമ്മൾ നിൽക്കുക. ഇനി മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പിന്നെ സൊവു സുഫൂഫക്കും, നിങ്ങൾ സൊഫ് നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം, നേരെ നിൽക്കണം. ഫൈന തസ്രിയത്തി മിൻ ഇഖാമത്തി സ്വലാ, സൊഫ് ഒപ്പിച്ച് മണമ്പൊപ്പിച്ച് കാൽപാദം ഒപ്പിച്ച് സൊഫ് നിൽക്കുക എന്നുള്ളത് എന്താണ്, നിസ്കാരത്തിൻ്റെ തമാമിൽപ്പെട്ടതാണ്, അതിൻ്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ്. മാത്രമല്ല യുഖാതിലൂന ഫീ സബീലില്ലാഹി സൊഫൻ കഅന്നഹും ബുനിയാനും മർസൂസ്. അല്ലാഹു തആല പറഞ്ഞെന്താണ്, യുദ്ധത്തിന് അണിചേരുന്നതിനെ പറ്റി പറഞ്ഞെന്താ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുഅ്മിനീങ്ങൾ പരസ്പരം ഒരുമിച്ച് ഒരു ബിൽഡിങ് പോലെ, ഒരു മതിൽ പോലെ ഒരുമിച്ച് നിൽക്കണം. അതെന്നെ പള്ളിയിലും പ്രാവർത്തിയാക്കണ്ടേ. അത് മടമ്പുകാലൊപ്പിച്ച് സൊഫിൽ വിടവില്ലാതെ നിന്നാൽ വലാ തദുറു ഖുർജാത്ത് ഷൈത്താൻ, പിശാച് നിങ്ങൾക്കിടയിൽ എന്ത് ചെയ്യില്ല, കയറൂല എന്നാണ്. ഇല്ലെങ്കിൽ കറുത്ത ആട്ടിൻകുട്ടിയെ പോലെ സൊഫിൽക്കിടയിൽ പിശാച് ഓടുന്നത് ഞാൻ കാണുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖുർആൻ ഓതുന്ന, ബാങ്ക് വിളിക്കുന്ന, അള്ളാഹുവിനെ നാമോച്ചരിക്കുന്ന, ഒതുവെടുത്ത് കയറിയ മുഅ്മിനീങ്ങൾക്കിടയിൽ തന്നെ ആരുണ്ട്, ശൈത്താൻ കടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ആ ശൈത്താനെ നമ്മൾ കാണുന്നില്ല. ആ ശൈത്താൻ കാൽമടമ്പ് ഒപ്പിച്ച് വെച്ചാൽ പിശാച് അവിടെ കയറൂല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ഹദീസ് നിഷേധിയായ വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതൻ ചോദിച്ചിട്ടുണ്ട്. കേരളത്തിൽ വലിയ മുജാഹിദായി നടന്ന ആളാണ്, പക്ഷേ ഹദീസ് നിഷേധിയായിപ്പോയി. അയാളെ ആൾക്കാർ ചോദിക്കുകയാണെന്ത്, ജനൽ തുറന്നിട്ടുകളില്ല, ആയിക്കൂടെ ശൈത്താൻ ചാടൂലേ? പിന്നെ കാൽമടമ്പ് ഒപ്പിച്ചിട്ട് കാര്യം നട അകന്നല്ല നിൽക്കണം, അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ശൈത്താൻ കയറൂലേ? ബിസ്മി ചൊല്ലി വാതിലടച്ചാൽ പിശാച് പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ വെന്റിലേറ്ററിനുള്ളിൽ കൂടെ വരൂലേ? എയർ ഹോളിനുള്ളിൽ കൂടെ കയറൂലേ? ഇതാണ് യുക്തിവാദം. ബുദ്ധി കൊണ്ട് ദീനിനെ അളക്കണേ. നമ്മൾ പറഞ്ഞല്ലോ, അങ്ങനത്തെ കൗമിങ്ങൾക്കാണ് ഇത് കേൾക്കുമ്പോൾ ഒരു തരം അലർജി ഉണ്ടാകുക. ഇതൊന്നും നമുക്ക് പറയാം. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമ. അല്ലാഹുവിൻ്റെ റസൂൽ ദീനിലൊരു കൽപ്പന പ്രകടിപ്പിച്ചാൽ അതിനെ സന്തോഷം സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ മുഅ്മിനാവില്ല. നിങ്ങളുടെ ഹൃദയത്തിലൊരു വിഷമോ ഒരു വെറുപ്പോ ഒരു അലർജി നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ ഖുർആനാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ കാര്യം ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കുക. ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത് ഞാൻ കേൾക്കണം, നിങ്ങൾ കേൾക്കണം, എല്ലാവരും കേൾക്കണം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറയുമ്പോൾ മൂപ്പരൊക്കെ ഇതിൽ ഭയങ്കര 100 അതുകൊണ്ടായിരിക്കും പറഞ്ഞതെന്നല്ല. ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ എന്ന ആയത്ത് ഖുർആനിലുണ്ട്.
നിങ്ങൾ ചെയ്യാത്ത എന്തിനാ നിങ്ങൾ പറയുന്നതെന്നാ? എല്ലാ കാര്യത്തിലും അല്ല അങ്ങനെ, എല്ലാ കാര്യത്തിലും അല്ല. 100 എടുക്കാൻ പറ്റുന്ന ആൾക്കാർ നമ്മളെ മജ്ലിസിലുണ്ടാവും, ഇത് കേൾക്കണോലുണ്ടാവും. ഓർക്ക് 100 കിട്ടണമെങ്കിൽ ഇൽമ് കിട്ടണ്ടേ? പറയുന്ന നമുക്ക് ചിലപ്പോൾ 100 എടുക്കാൻ പറ്റിക്കോണമെന്നില്ല. ചിലപ്പോൾ 80 എടുക്കാൻ പറ്റുള്ളൂ, ചിലപ്പോൾ 70 എടുക്കാൻ പറ്റുള്ളൂ, ചിലപ്പോൾ പകുതി എടുക്കാൻ പറ്റുള്ളൂ, ചിലപ്പോൾ 10% എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ 100 എടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഓനക്ക് ആ ഇൽമ് മറച്ചേക്കാൻ പറ്റുമോ? അത് പറ്റൂല. അപ്പോൾ നമുക്ക് കാസെടുക്കുന്നവർക്ക് അത് പറയുമ്പോൾ എല്ലാം നമ്മളെ കുടുംബത്തിൽ ഫുൾ 100 മുസാഫിർ നടക്കേണ്ടതാണ്. അയാളെ കുടുംബം കഴിച്ചില്ല ഇതൊക്കെ പറഞ്ഞ ഉസ്താദിൻ്റെ കുടുംബവും അയാൾ എന്തൊരു മഹാനായി അങ്ങനൊന്നും വിചാരിക്കണ്ട. പിന്നെ റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഇന്നബന ആദമ ഖത്താഊൻ, ആദമിൻ്റെ മക്കളൊക്കെ എന്താണ്? ഖത്താ സംഭവിക്കുന്നവരാണ്. പക്ഷേ ഖത്താഊന തവ്വാബൂൻ, ഖത്താ സംഭവിച്ചാൽ തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. അതങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത റസൂലുള്ളാഹി ഒരു ദിവസം 100 വട്ടം പറഞ്ഞെങ്കിൽ നമുക്ക് എന്താ കാക്ക തൗബ എന്ന് പറഞ്ഞ് കളിയാക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും തൗബ ചെയ്യുക, എപ്പോഴും ഇസ്തിഗ്ഫാർ ചെയ്യുക. തെറ്റ് ചെയ്യും വീണ്ടും തൗബ ചെയ്യും, തെറ്റ് ചെയ്യും വീണ്ടും തൗബ ചെയ്യും. അങ്ങനെ പാടുണ്ടോ? ഒരു തെറ്റ് ബോധ്യപ്പെട്ട് തൗബ ചെയ്താൽ പിന്നെ ആ തെറ്റിക്ക് മടങ്ങാൻ അതൊക്കെ തന്നെയാണ് അതിൻ്റെ ഷുറൂത്തുകൾ. പക്ഷേ ദുർബലരായി നമുക്കത് പാലിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വ്യാപകമായി തൗബയും ഇസ്തിഗ്ഫാറും സൽക്കർമ്മങ്ങളും വർദ്ധിപ്പിക്കുക, സ്വതക്കയും വർദ്ധിപ്പിക്കുക. അപ്പോൾ നമുക്ക് എന്താവും? നാളെ ആഖിറത്തിൽ മീസാൻ തൂക്കുമ്പോൾ അള്ളാഹിൻ്റെ മഹത്തായ ഫضലുകൊണ്ട് കുറച്ചെങ്കിലും ബറാബർ കിട്ടും. അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ടെങ്കിലും കഴിച്ചിലാകാനുള്ള ഒരു വകുപ്പ് നമുക്ക് ഉണ്ടാവും. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഇതിന് നമ്മൾ ഒരു നല്ല മൈൻഡോട് കൂടി സ്വീകരിക്കുക. ഇനി മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ് വഖതഉൽ അർഹാം, കുടുംബബന്ധം മുറിക്കുന്ന ആളുകളുണ്ടാവും. അത് പ്രത്യേകം തന്നെ വിശദീകരിച്ച് പറയേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഖതഉൽ അർഹാം നമുക്ക് കുടുംബബന്ധത്തിനെ പറ്റി പ്രത്യേകം പറയേണ്ട കാര്യമാണ്. അത് വിശദീകരിക്കുന്നില്ല, അതങ്ങനെ പറഞ്ഞു പോവാണ്. ഇൻഷാ അല്ലാഹ് നാളത്തെ ദർസിൽ കുടുംബബന്ധത്തിൻ്റെ പ്രാധാന്യം, അത് മുറിച്ചാലുണ്ടാകുന്ന അപകടം, അത് ചേർത്താൽ കിട്ടുന്ന ഹൈറുകൾ ഇതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. അതായത് കച്ചവടങ്ങൾ വർദ്ധിക്കും. തൊഴീന് പിന്നെ അതേപോലെ തന്നെ തൊഴീന് സൗജിഹ, ഭാര്യമാർ എന്ത് ചെയ്യും? ആ കച്ചവടത്തിൽ സഹായിക്കുന്ന ഒരു കാലഘട്ടം വരുന്ന. ഇത് സത്യത്തിൽ വെറും പൈസ ഉണ്ടാക്കുക എന്നതാണ് ഇന്ന് മുഴുവനായിട്ട് ഒരു കുടുംബത്തിന് അതാണല്ലോ ഇന്ന് നമ്മൾ കാണുന്ന ബ്ലോഗർമാരെന്താ നിങ്ങൾ പറഞ്ഞേരി. നല്ല മതപരമായ പഠനം നടത്തിയ കുട്ടികൾ, 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും അതുപോലെ ഒരു വേള അറബി കോളേജിലൊക്കെ പഠിപ്പിച്ച നല്ല പെൺകുട്ടികൾ, അല്ലെങ്കിൽ യാത്രാ സമയത്ത് നല്ല അടക്കവും അമർച്ചയും മര്യാദയും ഒക്കെ ഉള്ള പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികൾ ഇങ്ങനത്തെ ചില ബ്ലോഗർമാരായ തമ്മാടികൾ കല്യാണം കഴിക്കും. ഓൻ കല്യാണം കഴിച്ചു കൊണ്ട് അവൻ്റെ കുടുംബം നല്ല അന്തസ്സുള്ള കുടുംബക്കാരം, കാണാനോ ഒരു കുഴപ്പമുണ്ടാവില്ല. ഓൻ സോഷ്യൽ മീഡിയയിൽ ഇത്ര വൈറലാണെന്നോ ഓൻ ഇത്ര ഇതാണെന്നൊന്നും ചിലപ്പോൾ ഈ അന്വേഷണ കുടുംബം ശ്രദ്ധിച്ചിട്ടും ഉണ്ടാവില്ല. ഒന്നത് അങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്താൽ പിന്നെന്തായി? ഇവന് ഓളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി പാട്ടിലാക്കി കുറച്ച് വിദ്യാഭ്യാസം, കുറച്ച് വാചാലതയും, കുറച്ചൊക്കെ കാണാൻ കോലും. ഇന്നിപ്പോൾ കാണാൻ കോലത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഇതെല്ലാം കൂടി പെയിൻറ്റ് വാരി തേക്കില്ലേ. പിന്നെ ഇത് എന്നും തേച്ച് ക്യാമറ മുമ്പൊക്കെയാണ് വരികയാണ്. അപ്പോൾ അവനവൻ്റെ ഭാര്യമാരെ, കുട്ടികളെ, ചെറിയ മക്കളെ 4 വയസ്സ് 3 വയസ്സ് പ്രസവിച്ച് അപ്പുള്ളത് വയറ്റിലുണ്ടാകുമ്പോൾ പ്രസവം കഴിഞ്ഞ മുതൽ പിന്നെ ഓൻ വലുതാകുന്നത്, അങ്ങനെ ഓൻ്റെ പരിയിൽ അടുക്കള മുതൽ ഓൻ്റെ വില കക്കൂസ് വരെയുള്ള സകല വിഷയങ്ങളും പറയന്നെ. ഇനി ബെഡ്റൂമിൽ പരസ്പരം ഇണചേരുന്നതും അതേമാതിരി തന്നെ പിന്നെ അവിടത്ത് പറക്കാതെ ടോയ്ലറ്റ് ഇരുന്ന് കണ്ട് കർമ്മം ചെയ്യണം കൂടി ഇനി പുറത്തേക്ക് വ്യൂവേഴ്സായി വിടാനേ മടിയുള്ളൂ. ചിലരൊക്കെ വിട്ട് തുടങ്ങുന്നുണ്ട്. അത്ര തോന്നിയാസങ്ങൾ പരസ്പരം പറയുക, ആസ്വദിക്കുക. അത് മുഴുവനും നമ്മളൊക്കെ മുസ്ലിം വീടുകളിൽ, അടുക്കളകളിൽ, ബെഡ്റൂമുകളിൽ നമ്മളെ കുട്ടികളെ മൊബൈലിൽ കാണുക, കേൾക്കുക, ചർച്ച ചെയ്യുക. എന്നാലോചിച്ച് നോക്കി എത്ര മോശപ്പെട്ട അവസ്ഥ. എന്നിട്ട് ഓൾക്ക് ഡോളർ ഇങ്ങനെ അക്കൗണ്ടിൽ വന്ന് ചേരുക. അപ്പോൾ ഇന്ന് യൂട്യൂബ് സംസ്കാരങ്ങളിലൂടെ തന്നെ ഫേസ്ബുക്ക് പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പോലെയുള്ള ഈ മീഡിയകളിലൂടെ തന്നെ പണം ഉണ്ടാക്കുന്നത് ആരാ? ഭാര്യയും ഭർത്താവുമാണ്. ഭാര്യനെ സഹായിക്കുന്നത് ഭർത്താവിനെ സഹായിക്കുന്ന ഭാര്യയാണ്. ചില ഭാര്യമാരെ സഹായിക്കുന്ന ഭർത്താക്കന്മാരുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പോൾ ഇതൊന്ന്. രണ്ടാമത്തെ കച്ചവടം അങ്ങനെ തന്നെ. ഒരു ചായക്കട, ഒരു ഹോട്ടൽ, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകൾ, ഇതിലൊക്കെ ക്യാഷ് കൗണ്ടറിൽ ആരാണ് ഇരിക്കുന്നത്? സപ്ലൈ കൊടുത്ത് ആരാ ഉള്ളത്? നമ്മൾ ഈ മലബാറിലെ ഈ ഭാഗങ്ങളിലൊക്കെ ചിലപ്പോൾ അങ്ങനെ അടച്ചുറപ്പും പണിക്കൊന്നും വിടൂല. ഇതാണ് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ എണ്ണി നോക്കി. പാലക്കാട് ഇവിടുന്ന് അങ്ങോട്ടും, കോഴിക്കോട് ഇവിടുന്ന് അങ്ങോട്ടും, പിന്നെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും എന്താണ്? സ്ത്രീകൾ തന്നെയല്ലേ? അല്ലേ? ഇവിടെ ആയി തുടങ്ങിയില്ലേ? ഇവിടെയൊക്കെ നമ്മളെ പെങ്ങന്മാരെ പഴയ കാലത്ത് ഒരു മുസൽമാൻ്റെ പരിയിൽ കഞ്ഞുടിക്കുകയാണെങ്കിലും ഇത് പണിക്കൊണ്ടാന്ന് പറയില്ല. ഇന്ന് അങ്ങനെയാണോ? ഇന്നൊരു പെരേൻ്റെ ഉള്ളിൽ തന്നെ എത്ര പെൺകുട്ടികളെ പണിക്കുള്ളത്?
എല്ലാം അതൊക്കെ കഴിഞ്ഞ് പോലെ ഫുഡാണ്. മറ്റത് ഇന്ന് സ്റ്റാൻഡേർഡ് സംസ്കാരങ്ങളിലൊക്കെ ഒരു എയർ ഹോസ്റ്റസ് വിമാനത്തിൽ, എയർപോർട്ടുകളിൽ, ഓഫീസുകളിൽ ഒക്കെ ആരാണ്? അവിടെയൊക്കെ മിനിസ്കേർട്ട് ഇട്ട് അവറത്ത് കാണിച്ച് എല്ലാ നോക്കും പിന്നെ ഈ പറഞ്ഞ വർണ്ണശബളമായ സകലം കൊത്തുപണിയൊക്കെ തേച്ച് മിനുക്കി നിൽക്കന്നെ, ഇല്ലെങ്കിൽ പറ്റൂല. അതാണ് മുസ്ലിം മാനേജ്മെൻറ്റ് നടത്തുന്ന സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, അവിടെയൊക്കെ അവസ്ഥ എന്താ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ എന്താണ്? ഇസ്ലാമികമായ സംസ്കാരങ്ങൾ വല്ലതും നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് അതിൻ്റെ അഹ്ലുകാർക്ക് ഇതിലൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് പറയുന്ന കുറച്ച് ഉസ്താദന്മാരും ഓലുമായി ചുറ്റപ്പെട്ട കുറച്ച് കേൾവിക്കാരും ഓരോ കുടുംബത്തിൽ കുറച്ച് ആൾക്കാരും എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഭൂരിപക്ഷവും എന്താണ്? ഈ പറഞ്ഞ തൊയ്നു അലൽ സൗജിഹ എന്ന് പറഞ്ഞില്ലേ, ഭാര്യമാർ കച്ചവടത്തിൽ സഹായിക്കുന്നൊരു കാലഘട്ടം വരും എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. മക്കളും സഹായിക്കുന്ന അവസ്ഥ വരും. അപ്പം അതുകൊണ്ട് സമ്പത്തിനോടുള്ള അമിതമായ ആർത്തി കൊണ്ട് അടിച്ചുപൊളി സംസ്കാരങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഇന്ന് പണം വേണമെന്നതുകൊണ്ട് സത്യത്തിൽ ഇത്തരത്തിലുള്ള സംഗതിയാണ് നടക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഷഹാദത്ത് സൂർ, മറ്റൊരു കാര്യമാണ് റസൂൽ പറഞ്ഞത്, കള്ളസാക്ഷ്യം വർദ്ധിക്കും. ഖിത്മാൻ ഷഹാദത്തിൽ ഹക്ക്, സത്യത്തിന് സാക്ഷി പറയുന്ന ആളുകളുണ്ടാവില്ല. ഉണ്ടോ? ഇന്ന് ഞാൻ കണ്ടു, സത്യമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കണ്ട ഒരുത്തം പോലും സാക്ഷി പറയുമോ? ഇല്ല. എന്നാൽ ഓനിന് സാക്ഷി പറയണമെങ്കിൽ തന്നെ ഓനക്ക് പൈസയും കൊടുക്കണം. രണ്ട്, ഇനി അതിന് സാക്ഷി പറയാനും ആൾക്കാർക്ക് താല്പര്യമില്ല. കള്ളസാക്ഷ്യത്തിനാണ് കൂടുതൽ ഇതാക്കുന്നത്. വക്കീൽ എന്ന് പറയുന്ന പണി തന്നെ എന്താണ്? ശരിക്കും ഇന്ന് സത്യസന്ധതയോടുകൂടി ഒരു വക്കീൽ പണി എടുക്കാൻ പറ്റുമെന്ന് പൂർണ്ണമായിട്ട് തോന്നുന്നില്ല. ഒരു കേസും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ബാർബർ ഷോപ്പുകാരന് ഇസ്ലാം അനുസരിച്ച് കൊണ്ട് ആ ബാർബർ ഷോപ്പ് നടത്തിക്കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഓനെ കടയിൽ വരുന്ന പോലെ ആരേ ഉണ്ടാവുള്ളൂ? താടി വടിക്കൽ ഇസ്ലാമിൽ ഹറാമാണ്. താടി വെട്ടിക്കൊടുക്കൽ ഇസ്ലാമിൽ മക്രൂഹാണ്. താടി കറുപ്പ് പെയിൻ്റ് അടിക്കൽ കടുത്ത ഹറാമാണ്. സ്വർഗത്തിൻ്റെ വാസന പോലും കിട്ടൂല. അതുപോലെ തന്നെ ഈ സംസ്കാരം അനുസരിച്ചുകൊണ്ട് ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെ, ക്രിക്കറ്റ് പ്ലെയേഴ്സിൻ്റെ, ഹോളിവുഡ് നടന്മാരുടെ, ഫാൻസ് അസോസിയേഷൻ്റെ ടൈപ്പിൽ, സിനിമാ നടന്മാരുടെ ടൈപ്പിലാണ് ഇന്ന് ആണുങ്ങളെ തല വെട്ടിക്കൊടുക്കുന്നത്. ബ്യൂട്ടി പാർലർ ജെൻസും ഉണ്ട്, ലേഡീസും ഉണ്ട്, ഇല്ലേ? അപ്പോൾ നമ്മളെ മക്കളൊക്കെ പോകുന്ന സ്ഥലത്ത്, അപ്പോൾ അവിടെ ഒരു മുസ്ലിമായ ഒരു ഇസ്ലാമിൻ്റെ 100% പാലിച്ചുകൊണ്ട് ഒരു ബാർബർ ഷോപ്പ് കച്ചവടം ചെയ്യാൻ പറ്റുമോ? തൊഴിൽ നടത്താൻ പറ്റുമോ? ഒരു മസാലക്കട നടത്താൻ പറ്റുമോ? നിങ്ങൾ പറയും 100 അപ്പോൾ വെറുതെ അല്ല റസൂലുള്ളാഹി പറഞ്ഞത്. കച്ചവടക്കാർ, യഥാർത്ഥ കച്ചവടക്കാരൻ ശുഹദാക്കളുടെ ദർജയാണ്, അവരെ കൂടെയാണ് മഹ്ശറിൽ എന്ന് പറയണമെങ്കിൽ അത് വല്ലാത്തൊരു കിട്ടലാണ്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിരലെണ്ണാവുന്നത് വല്ലതും ഉണ്ടെങ്കിൽ ഉണ്ട്, അത്ര തന്നെ, ബാക്കി ഒന്നിലും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ രൂപത്തിൽ കള്ളസാക്ഷ്യം പറയുക, കള്ളച്ചരക്ക് വിറ്റഴിക്കുക, തോന്നിയാസങ്ങൾക്ക് കൂട്ടു നിൽക്കുക, ആ രൂപത്തിലേക്കാണ് പോകുന്നത്. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞെന്താ? വല്ലദീന ലാ യശ്ഹദൂന സൂറ വഇദാ മർറൂ ബിൽഅവി മർറൂ കിറാമ, അല്ലേ? കള്ളസാക്ഷ്യത്തിന് ഒരിക്കലും കൂട്ടു നിൽക്കാത്തവരാണ് ഇബാദുർ റഹ്മാൻ എന്നാണ്. പക്ഷേ ഇന്ന് എല്ലാ തിന്മകൾക്കും വേണ്ടി കൂട്ടു നിൽക്കുന്നൊരവസ്ഥയാണുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് അതിൽ നമുക്ക് പറയാനുള്ള 2 പോയിൻ്റാണ്. ഒന്ന് വദുഹൂരിൽ കലം, പേന പ്രകടമാകുമെന്ന് പറഞ്ഞാൽ എന്താണ്? അത് വിശദീകരിക്കേണ്ടതാണ്. ഞാനത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ലോകത്ത് അച്ചടി മെഷീനുകൾ, അച്ചടി പ്രസിദ്ധീകരണങ്ങൾ അത് വർദ്ധിക്കുമെന്നതാണ് അതിന് മനസ്സിലാവുന്നത്. പഴയ കാലത്തൊക്കെ പേന എന്ന് പറഞ്ഞാൽ എന്താണ്? മരത്തിൻ്റെയും അതുപോലെ തന്നെ തൂവലുകളും മറ്റൊക്കെ ആയിട്ട് മഷി വരെ പോലെ പഴയ കാലത്ത് എന്താണ് ഈ വെള്ളത്തണ്ടും മറ്റതൊക്കെ ഉപയോഗിച്ച് വളരെ പ്രയാസപ്പെട്ടിരുന്ന. ഇന്ന് അങ്ങനെയല്ല. ഇന്നൊക്കെ പേനകളാകട്ടെ അതുപോലെ തന്നെ മെഷീനുകളാകട്ടെ എന്താണ്, പണ്ട് ടൈപ്പ് ചെയ്യുന്ന മെഷീനുണ്ടായിരുന്നു, പേപ്പർ ഇങ്ങനെ വെക്കാൻ ടൈപ്പ് ചെയ്യുന്ന, അതൊക്കെ പോയില്ലേ? എല്ലാം ലാപ്ടോപ്പുകളാണ്, മൊബൈലാണ്, എല്ലാം വളരെ സംവിധാനം. അപ്പോൾ എന്തായി? പരിഭാഷകൾ, CD-കൾ, DVD-കൾ, USB-കൾ, നെറ്റ് പോലെയുള്ള എല്ലാ സംഗതികളും വർദ്ധിക്കും എന്നതാണ് ആ ഹദീസിൻ്റെ താല്പര്യം. അത് സംഭവിച്ചിട്ടുണ്ട്, അല്ലേ? അതേപോലെ തന്നെ പിന്നെ വദുഹൂരിൽ കലം എന്ന് പറഞ്ഞത് അതാണ്. ഇനി അതേപോലെ തന്നെ അൽ ഫഹ്ഷ്, ദുഹൂരിൽ ഫഹ്ഷ് വ്യാപകമാകുമെന്നും പറയുന്നുണ്ട്. തെറ്റുകൾ ചെയ്തിട്ട് അത് പരസ്യപ്പെടുത്തുന്ന ആൾക്കാർ വരും. വലാ തഖൂമ സഅ ഹത്താ യൽഹുറുൽ ഫഹ്ഷു വൽ ഫുഷു, പിന്നെ വൽ ഫവാഹിഷു,
തെറ്റ് ചെയ്ത് അത് ന്യായീകരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നൊരു കാലഘട്ടം വരും. അങ്ങനെ തന്നെയാണല്ലോ, തെറ്റുകളൊക്കെ ചെയ്യാതെ പ്രചരിപ്പിക്കുക. ഞാൻ അങ്ങനെ വ്യഭിചരിച്ചു, ഞാൻ കള്ളുടിച്ചു, ഞാൻ അവിടെ പോയി തമ്മാടത്തം ചെയ്തു, എന്നിട്ട് അതിൽ ആനന്ദിക്കുക, അതിൽ ലൈക്ക് ചെയ്യുക, അത് സൂപ്പറാണ്. അപ്പോൾ നമ്മൾ എന്താ ആലോചിച്ചു, ആ തൊപ്പിൻ്റെയൊക്കെ സംസ്കാരം എന്താ? എത്രയാണ് ഈ 6 വയസ്സ് മുതൽ 16-18 വയസ്സുകളുള്ള കുട്ടികൾ ഈ തൊപ്പി വരുന്ന കടൽ കാണത്തിന് വരുന്നിടത്ത് തിങ്ങി നിറയാണ്. എന്താ പോലെ സംസ്കാരമാണ് യൂട്യൂബ് കയറിയൊക്കെ അല്ലേ? ഇന്നിപ്പോൾ കുറച്ചൊക്കെ സോഷ്യൽ മീഡിയയിലെ ഫൈറ്റിംഗ് കൊണ്ട് ഓനെ കുറച്ച് നോക്കിയ ഇല്ല, ഓൻ്റെ കൂടെയുള്ള തെമ്മാടി കൂട്ടങ്ങൾ ഓനും അതേപോലുള്ള ഓരോ സംസ്കാരങ്ങളും എന്താണ്. അപ്പോൾ ഇതെല്ലാം വിശദീകരിച്ച് പറയേണ്ടതാണ്. ഇനി നമുക്കിതിൽ പറയാനുള്ളത് ഖത്ഉൽ അർഹാമാണ്, കുടുംബം എന്താണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളത്തെ മജ്‌ലിസിൽ പറയാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചുവപ്പ് അമർത്തികൾ കുടുംബ ഗ്രൂപ്പ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ തരത്തിലുള്ള അപകടകരമായ അവസ്ഥകളിൽ നിന്ന് നമ്മളെയും നമ്മളെ കുടുംബത്തെയും സമുദായത്തെ രക്ഷപ്പെടുത്തട്ടെ. ഈമാനോടുകൂടി പരമാവധി കണ്ണുകൾ താഴ്ത്തി സൂക്ഷ്മത പാലിച്ച് കഴിയാവുന്ന രൂപത്തിലുള്ള വിശ്വാസങ്ങൾ അമലുകൾ ചെയ്ത് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു വസല്ലമ തസ്ലീമൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.